അസ്സലാമു അലൈക്കും. ഞാൻ പോസ്റ്റ് ചെയ്തത് ഇത് CM വലിയുള്ളാഹിനെ കുറിച്ചുള്ള തവസ്സുൽ ബൈത്താണ്. തവസ്സുൽ അല്ല, ഇസ്തിഗാസ എന്ന് പറയാം. ഇതിലുള്ളത് മുഴുവനും CM വലിയുള്ളാഹിയോട് തന്നെ ചോദിക്കുകയാണ്. സംഗതി നമ്മളിപ്പോൾ ഇസ്തിഗാസ അനുവദനീയാണ് എന്ന് പറയുന്നു, അല്ലെ വയഹ്സുനു നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ്, ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന ഗൗരവമാണ് എന്ന് പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് നമ്മളത് ഇസ്ലാമെന്ന് പുറത്തു പോകില്ല, ജായിസാണ്, പുണ്യകർമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹിനോട് ചോദിക്കും പോലെ CM വലിയുള്ളാഹിനോട് ചോദിക്കുക എല്ലാ സംഗതിയും. അങ്ങനെ ഒന്ന് നമ്മളെ മുൻഗാമികളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി. പ്രിയമുള്ളവരെ, കാലങ്ങളായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഇസ്തിഗാസ എന്ന പ്രയോഗം. എന്താണ് ഇസ്തിഗാസ എന്ന് ഇവിടെ ഒരു വിഭാഗം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവർ പറയുന്നു, അല്ലെങ്കിൽ അവർ അവകാശപ്പെടുന്നു, മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. ആ സഹായം തേടുന്ന മഹാത്മാക്കൾ ആരൊക്കെയാണ്? നബിമാരുണ്ട്, ശുഹദാക്കളുണ്ട്, അമ്പിയാക്കൾ, ഔലിയാക്കൾ എല്ലാം അവർ വിളിച്ചു തേടാം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിലേക്ക് വന്നു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ മാനസിക രോഗത്തിൻ്റെ പിടിയിൽപ്പെട്ട ആളുകൾ പോലും ഈ പറയപ്പെട്ട ഇസ്തിഗാസയ്ക്ക് പാത്രമാകുന്ന കഥാപാത്രങ്ങളാണ്. ഇപ്പോൾ ഇവിടെ സംസാരിച്ചത് പേരൂട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനമായ സിറാജുൽ ഹുദ എന്ന സ്ഥാപനത്തിലെ രണ്ടാം മുദരിസായ അഫ്സൽ സഖാഫി ചെറുമോത്ത് എന്ന മുസ്ലിയാരാണ്. അവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ, അത് മുസ്ലിയാക്കന്മാർ മാത്രമുള്ള വാട്സപ്പ് ഗ്രൂപ്പാണ്, ഉലമ വാട്സപ്പ് ഗ്രൂപ്പ് എന്നാണ് അദ്ദേഹം ഈ വീഡിയോയിൽ തന്നെ, ഈ വോയിസിൽ തന്നെ പരിചയപ്പെടുത്തുന്നത്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇസ്തിഗാസ സംബന്ധമായിക്കൊണ്ട് ചർച്ച നടക്കുകയാണ്. ഇത് കുറച്ച് മുൻപ് നടന്ന ഒരു വാട്സപ്പ് ചർച്ചയാണ്, വോയിസാണ്. പഴയതാണെങ്കിൽ പോലും എന്നും അവർ സ്റ്റേജ് കെട്ടി മൈക്ക് വെച്ചുകൊണ്ട് പാവം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മരിച്ച മണ്ണിനടിയിൽ കിടക്കുന്ന ആളുകളെപ്പോലും വിളിച്ചു പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ആയത്ത് ദുർവ്യാഖ്യാനിക്കുകയും അതുപോലെ തന്നെ ഹദീസ് കൂട്ടിമാട്ടുകയും ചെയ്തുകൊണ്ട് ഈ പാവം ജനങ്ങളെ ഇവർ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, പിഴച്ച വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്കിടയിൽ ആ വിശ്വാസമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഇവിടെ അഫ്സൽ സഖാഫി പറഞ്ഞു വെച്ചത്, ഇങ്ങനെയൊരു ഇസ്തിഗാസ ഇമാമിയങ്ങൾ, പണ്ഡിതന്മാർ, ഇസ്ലാമിക ലോകം അത് മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ, പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അദ്ദേഹം ഇല്ല എന്ന് തന്നെയാണ് അത് പറയുന്നത്. അതിനിടയ്ക്ക് അദ്ദേഹം കുറച്ച് പിഴച്ച വിശ്വാസങ്ങളും മറ്റു കാര്യങ്ങളും ഇതിലേക്ക് പറഞ്ഞു ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്ക് ഇടപെടാം. ബാക്കി കേൾക്കാം. ഈ ഇസ്തിഗാസ നമ്മളെ ഹദീസിലൊക്കെ തന്നെ, ഇപ്പം ഞാൻ മുജാഹിദായെന്നൊന്നും പറയണ്ട, ഇസ്തിഗാസയ്ക്ക് എതിരല്ല. അതേ സമയത്ത് ഇങ്ങനെ എല്ലാ സംഗതിയും CM വലിയുള്ളാഹിനോട് ചോദിക്കുക, അങ്ങനെ ഒരു തവസ്സുൽ ഇസ്തിഗാസ നമ്മുടെ മുൻഗാമികളായ ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കും നിങ്ങൾ. ഇങ്ങനെ ഒരു ഇസ്തിഗാസ മുൻകഴിഞ്ഞു പോയ ആരെങ്കിലും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് അഫ്സൽ സഖാഫിയോടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഇത് പറയുന്നതുകൊണ്ട് നിങ്ങൾ മുജാഹിദാക്കൊന്നും വേണ്ട എന്നാണ്. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ, ഇതുപോലെ അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മുജാഹിദാക്കപ്പെടുകയും വഹാബിയാക്കപ്പെടുകയും ചെയ്ത ധാരാളം ആളുകൾ ഇന്ന് നമുക്കിടയിലുണ്ട്. അദ്ദേഹം ചോദിച്ചത് വളരെ പ്രസക്തമാണ്. ഇങ്ങനെയൊരു ഇസ്തിഗാസ മുൻകഴിഞ്ഞു പോയ ഇമാമിയങ്ങൾ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഒരു ഇസ്തിഗാസ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൻ്റെ തലേ ദിവസം രാത്രി ബദർ യുദ്ധം നടക്കാനിരിക്കുന്ന ആ പ്രദേശത്ത്, ആ ഭൂമിയിൽ നിന്നുകൊണ്ട് അള്ളാഹുവോട് ഇസ്തിഗാസ ചെയ്തു. അതിന് പകരമായിക്കൊണ്ട് അള്ളാഹു അതിന് ഉത്തരം ചെയ്ത കാര്യമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്നാൽ മരിച്ച് മൺമറഞ്ഞു പോയ, ഇനി മരിക്കാതിരിക്കുക എന്തോ ആവട്ടെ, അല്ലല്ലാത്ത ഒരാളോട് അഭൗതികമായ നിലക്ക് കാര്യകാരണ ബന്ധത്തിന് അതീതമായിക്കൊണ്ട് അവർ എങ്ങനെ സഹായിക്കും എന്ന കാര്യകാരണ ബന്ധമറിയാത്ത നിലയ്ക്ക്
ആ ഒരു ഇസ്തിഗാസ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ മരിച്ച മണ്ണിനടിയിൽ കിടക്കുന്നതോ അല്ലാത്തതോ ആയ ആളുകൾ നമ്മെ സഹായിക്കുന്നതിൻ്റെ സബബെന്താണ്? ഇതെല്ലാം വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടെ അഫ്സൽ സഖാഫി ചോദിക്കുന്ന ആ ചോദ്യം നാമൊക്കെ കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെ നിങ്ങളിത് പഠിപ്പിച്ചത്? ഈ അടുത്ത കാലത്ത് ഷിയാക്കളിൽ നിന്നും ബറേൽവികളിൽ നിന്നും പൊന്തി വന്ന ഈ ഒരു വിശ്വാസം നിങ്ങളിലേക്ക് ആരാണ് എത്തിച്ചു തന്നത്? ഇതുപോലെയുള്ള അഫ്സൽ സഖാഫിമാരെ പുറത്ത് നിന്ന് ചോദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള പിഴച്ച വിശ്വാസവുമായിട്ട് ഇവർ നടക്കുന്നത് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി പറയട്ടെ. ശരിക്കും നമ്മൾ ഹദീസിൽ തന്നെ നോക്കിയാൽ ഈ മുജാഹിദുകൾ പറയല്ലേ അള്ളാഹിനോടുള്ള ദുആയേ ഉള്ളൂ. സംഗതി അള്ളാഹിനോട് തന്നെ റസൂൽ എപ്പോൾ ദുആർക്കല്. പിന്നെ അവിടെയുള്ള ഇസ്തിഹാസയും തവസ്സുലൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു അനിവാര്യ ഘട്ടത്തിൽ, മുത്തലിബ് ഉസ്താദിൻ്റെ ഭാഷ പറഞ്ഞാൽ ഒരു മെഡിസിനാണ് ഈ തവസ്സുൽ ഇസ്തിഹാസം. നിത്യഭക്ഷണമല്ല. നിത്യഭക്ഷണം അള്ളാഹിനോടുള്ള ദുആ തന്നെയാണ്. ഒരു മെഡിസിൻ എപ്പോഴെങ്കിലും. ഇപ്പോൾ കണ്ണ് കാണാത്ത സഹാബി വന്നപ്പോൾ റസൂലുള്ള തവസ്സുലുള്ള ദുആ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഇപ്പോൾ ആദം നബി അലൈഹി സ്വലാം സ്വർഗത്ത് നിന്ന് പഴം പറിച്ച് പോയപ്പോൾ റസൂലുള്ളാഹിനെ തവസ്സുലാക്കി. അങ്ങനത്തെ ഒന്നല്ലാതെ ഒരു അത്യാവശ്യം ഇപ്പോൾ ഒരു അങ്ങനത്തെ ഘട്ടങ്ങളിൽ ആണല്ലോ ഇസ്തിഹാസ നമ്മൾ ചരിത്രത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഹദീസിലാണെങ്കിലും ഒക്കെ കാണുന്നുള്ളൂ. എല്ലാ സംഗതിയും മഹാന്മാരോട് ചോദിക്കുക, അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? എന്താ ചോദിച്ചത്? ഇതുപോലൊരു ഇസ്തിഗാസ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം അഫ്സൽ സഖാഫി ഉലമാ ഗ്രൂപ്പിലുള്ള മറ്റു മുസ്ലിയാക്കന്മാരോട് മറ്റു ഉസ്താദന്മാരോട് ചോദിക്കുകയാണ്, ഇങ്ങനൊരു ഇസ്തിഗാസ നമുക്കേതായാലും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഹദീസിലുണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഹദീസിലില്ല ഇങ്ങനൊരു ഇസ്തിഗാസ, അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ല. അവിടെ പ്രത്യേകം നോട്ട് ചെയ്യണം. അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹിൻ്റെ റസൂൽ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്ന്. അതെ, അള്ളാഹിൻ്റെ റസൂൽ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുവാനേ കൽപ്പിച്ചിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ കലാമും അത് തന്നെയാണ് പറയുന്നത്. പിന്നെ എവിടുന്ന് നിങ്ങൾക്ക് ഇത് കിട്ടിയത്? അള്ളാഹുവിൻ്റെ ഹബീബ് പ്രാർത്ഥിക്കാത്ത അല്ലെങ്കിൽ സ്വഹാബത്ത് പ്രാർത്ഥിക്കാത്ത, അള്ളാഹു അറിയിച്ചു തരാത്ത ഒരു രൂപത്തിൽ അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, അത് തവസ്സുലുമൊക്കെ കൂട്ടിക്കെട്ടാനാണ് ഇവിടെ അഫ്സൽ സഖാഫി ശ്രമിക്കുന്നത്. തവസ്സുൽ എന്ന് പറയുന്നത് ഇസ്തിഷ്ഫാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തവസ്സുലിൻ്റെ മേഖലയിലേക്ക്. പക്ഷേ ഇവിടെ ഒരു തവസ്സുലാണോ ചെയ്യുന്നത്? ഇവിടെ ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നേർക്കുനേർ പ്രാർത്ഥന വിളിച്ചു തേട്ടം എന്ന് തന്നെയാണ്. അപ്പോൾ ഇവരതിന് പറയും, ഞങ്ങൾ സഹായമാണ് തേടുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കല്ല, ഞങ്ങൾ ദുആ ചെയ്യല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പാവം ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ അഫ്സൽ സഖാഫി പറയുന്നു, അങ്ങനെയൊന്നും അല്ലാഹുവിൻ്റെ ഹബീബ് പ്രാർത്ഥിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇസ്തിഗാസ ചെയ്തിട്ടില്ല. പിന്നെ അത് മെഡിസിനാണെന്ന് പറഞ്ഞ്, അങ്ങനെ ഒരു മെഡിസിനും അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഏതെങ്കിലും ഒരു മുസ്ലിയാർ ഇത് മെഡിസിൻ പോലെ ഉപയോഗിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവവും ഇസ്ലാമിക ലോകത്ത് ഇന്നേവരെ ഒരു ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ലഭിച്ചത്? അഫ്സൽ സഖാഫി പറയട്ടെ. ഇപ്പോൾ ബ്രൈസ പറയലുണ്ട്, പണ്ടല്ലോ ഇബിലീസ് ഇസ്തിഹാസ തെറ്റാണ്, ശിർക്കാണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് ആൾക്കാരെ പേപ്പിച്ചത്. ഇപ്പോൾ ഇസ്തിഹാസ ഓവറാക്കിച്ചിട്ടാണ് ആൾക്കാരെ പേപ്പിക്കുന്നത്. അപ്പം അതുപോലെ ആയിട്ടുണ്ടോ ഇത് എന്ന് തോന്നുക? അത് വെറും തോന്നലല്ല അഫ്സൽ സഖാഫിയെ, അതൊരു യാഥാർത്ഥ്യമാണ്. പണ്ടല്ല ഇപ്പോഴും ഇബിലീസുകൾ നടക്കുന്നത്, സ്റ്റേജ് കെട്ടിയിട്ട് തലേകെട്ടും കെട്ടി നടക്കുന്ന ഇബിലീസുകൾ നടക്കുന്നത് ജാറ വ്യവസായം. അത് നല്ല രീതിയിൽ നടക്കുവാൻ വേണ്ടിയിട്ട് ജാറത്ത് കിടക്കണമല്ലോ, വിളിച്ച് പ്രാർത്ഥിച്ചോളിയും തേടിക്കോളിയും സഹായം തേടിക്കോളിയും, അത് ഇസ്തിഗാസ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പച്ച ഷിർക്ക് ചെയ്യാൻ തന്നെയാണ് ഇബിലീസും ഇബിലീസിൻ്റെ ആളുകളും നടക്കുന്നത്. അതൊരു തോന്നലല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ പറയും. ഇപ്പം നമ്മൾ ജാഗ്രത പുലർത്തണം എന്നാണ് തോന്നുന്നത്. ഇസ്തിഹാസ അനുവദനീയാണെന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ എല്ലാം കൂടി ഇസ്തിഹാസ തന്നെ ആയിപ്പോയി. അള്ളാഹിനോടുള്ള ദുആ അള്ളാഹിനെ മറന്നു എന്നൊരു കോലത്തിലായി പോകുന്നുണ്ട് എന്ന് തോന്നുന്നു. അല്ലാഹു അലം. അതും വെറും തോന്നലല്ല, അതും ഒരു യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവനവൻ്റെ കാര്യലാഭത്തിന് വേണ്ടി, അവനവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റു പാവപ്പെട്ട ആളുകളെ കൂടി ഈ പറയപ്പെടുന്ന ഇസ്തിഗാസ എന്ന ഓമന പേരിട്ട് പച്ച ഷിർക്ക് ചെയ്യിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കുറേ കാലമായിട്ട് ഈ മുസ്ലിം ഉമ്മത്തിനെ ചില ആളുകൾ, ഇബ്ലീസിൻ്റെ വക്താക്കൾ തലയിൽ കെട്ടും കെട്ടിയിട്ട് തലേക്കെട്ടന്മാരായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇവിടെയൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇദ്ദേഹം പറയുന്നത് വെറും ജായിസായ
ജായിസ് പറഞ്ഞാൽ എന്താണ്? അനുവദനീയം എന്ന് മാത്രമാണ്. അത് സുന്നത്തുണ്ടോ? ഇല്ല. പുണ്യമുണ്ടോ? ഇല്ല. നിർബന്ധമുണ്ടോ? ഇല്ല. പിന്നെ വെറും ജായിസ്. ഈ വെറും ജായിസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ലാത്ത, ഉപ്പുമാങ്ങയിലെ പുഴു എന്ന് പറഞ്ഞ പോലെ ഒരു ഗുണമില്ലാത്തൊരു കാര്യമാണ് ഇവർ ചെയ്യിപ്പിക്കുന്നത്. എന്നാൽ അതിൻ്റെ പ്രതിഫലം എന്താണ്? ഭയാനകമായ നരകമാണ്. കാര്യം അള്ളാഹു ഒരിക്കലും പൊറുക്കപ്പെടാത്ത കാര്യമാണ് ഷിർക്ക്. ഇവർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഇസ്തിഗാസ എന്ന് പറയുന്നത് വെറും ജായിസായ, വെറും അനുവദനീയം ആ ഒരു സാധനം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ പറയട്ടെ. ഏതായാലും നമ്മൾ ഇതിപ്പോൾ എതിർത്താൽ മുജാഹിദാവും, ഒന്നും പറഞ്ഞുകൂടായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പായതുകൊണ്ട് ഒരു ചർച്ച എന്നുള്ള നിലക്ക് പറഞ്ഞതാണ്. എന്തായാലും മൊത്തത്തിൽ ഇസ്തിഗാസക്കാരും വേണ്ടി ആപൽ ഘട്ടങ്ങളിൽ ആണെല്ലാം പഠിപ്പിച്ചത്. കാലിന് കോച്ചൽ സംഭവിച്ചപ്പോൾ യാ മുഹമ്മദ് ഒക്കെ അങ്ങനത്തെ ഘട്ടങ്ങളിലേ നമ്മൾ കാണുന്നുള്ളൂ. അല്ലാതെ സാധാ ദുആകളിലൊക്കെ എല്ലാം ഇസ്തിഗാസ തന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഏത് രൂപത്തിൽ? മുണ്ടിയാ ഇസ്തിഗാസ, അള്ളാഹിനോട് ദുആ ചെയ്യലാണുള്ളത്. പിന്നെ ഇടയ്ക്കൊരു മെഡിസിനും ഇല്ല. മെഡിക്കൽ ഷോപ്പിലല്ലേ ഉള്ളൂ മൗലിയരെ. ഇനി വേറൊന്ന്, യാ മുഹമ്മദ് എന്ന വിളി പോലെ, ഇഷ്കിൻ്റെ വിളി പോലെ ഒരു വിളിയാണോ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ആ വിളി തന്നെ, യാ അള്ളാന്ന് വിളിക്കേണ്ട വിളി തന്നെ നിങ്ങൾ ഇഷ്കിൻ്റെ വിളി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ഈ വിളിച്ചിട്ട് ആ വിളിച്ച ആളോട് നിങ്ങൾ എന്തിനാണ് വിളിക്കുന്നത്? വെറുതെ ഇങ്ങനെ ഞാൻ ഈ വൈക്കൂടി പോകുന്നുണ്ടെന്ന് പറയാൻ വിളിക്കുകയാണോ? അല്ലേ, നിങ്ങൾ വിളിക്കണത് ആ വിളിച്ച ആളെടുത്ത് നിങ്ങൾ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യപൂർത്തീകരണമാണ് നിങ്ങൾ അവരോട് പറയുന്നത്. ആവശ്യപൂർത്തീകരണത്തിന് പറയാൻ അള്ളാഹു ഉണ്ട് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചാണ്. എന്നിട്ട് ആ ഹബീബിനെ തന്നെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണോ? ഇല്ലേ? അടുത്ത വീഡിയോ വരുന്നുണ്ട്. ഈ ഇർത്തകബത്തൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വരുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് അഫ്സൽ സഖാഫി പറയട്ടെ. അഫ്സൽ സഖാഫി പറയുന്നതിൽ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? അല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മുജാഹിദാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇസ്തിഗാസ എന്ന് പറയുന്ന ഷിർക്ക് നിങ്ങൾ ചെയ്യല്ലേ മനുഷ്യരേ എന്ന് പറഞ്ഞാൽ ഓല മുജാഹിദാക്കുന്ന പറഞ്ഞ് അതൊരു യാഥാർത്ഥ്യമാണ്. തൗഹീദ് പറഞ്ഞാൽ ഓ മുജാഹിദ്. ഈ പറയപ്പെട്ട ഷിർക്ക്, പച്ച ഷിർക്ക് പറഞ്ഞാലോ ഓ നല്ല മുസ്ലിമോ. ഏത്? ഇവര മുസ്ലിം, സമസ്തക്കാര മുസ്ലിം. അതിനൊരു കഥ പറയുന്നുണ്ട് മൂപ്പര്, കേട്ടോ നിങ്ങൾ. ഒരാൾ എന്നോട് പറഞ്ഞ് ഞാൻ വേറൊരാളോട് ചൂടായി. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മക്ബറെ പോയിട്ട് അള്ളാഹിനോട് ദ്വാരെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാ മക്ബറെ അള്ളാഹിനോട് ദ്വാരക്കോ മക്ബറെ പോണോ? അപ്പോൾ മഹാനോടല്ലേ ചോദിക്കേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചൂടായി. ഇന്ന് ഒരു ഔലി ആയ ഒരാൾ ഔലിയാക്കളെ പോലെ നടക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ആ ഒരു കോലത്തിലേക്ക് ആയിക്കണ്ടേ നമ്മളിപ്പോൾ. നല്ല വിലയിരുത്തലാണത്. നിങ്ങൾ ഏതാണ് കോലം എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞു. അതായത് ഒരാൾ മക്ബറയിൽ പോയിരിക്കുകയാണ്. മക്ബറയിൽ പോയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്തു എന്നാണ് പറയണത്. മക്ബറ, ഇതിനിടയ്ക്ക് എൻ്റെ ഒരു വീഡിയോയിൽ മക്ബറ എന്നുള്ളത് അതൊരു ബഹുവചനാണ് എന്നുള്ളൊരു വാക്ക് പറഞ്ഞിരുന്നു. കുറേ ആളുകൾ തിരുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മക്ബറ എന്ന് പറഞ്ഞാൽ കബറുള്ള സ്ഥലം. അപ്പോൾ കബറിങ്ങ പോയിട്ട് ഒരാൾ അള്ളാഹിനോട് ദുആ ചെയ്തു. അപ്പോൾ ഓലൊരു ഔലിയ ആയിട്ടുള്ള ആൾ, ഔലിയ അല്ല ഔലി എന്താണ്? ഈ ഔലിയാക്കന്മാരെ പോലെ ഇങ്ങനെ ഇസ്തിഗാസം ചെയ്ത് നടക്കുന്ന ആൾ. അയാൾ പറഞ്ഞു അത്രേ, ഇജെന്തിനാ ചങ്ങായി ഈ മക്ബറയിൽ വന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യണ്? അനക്ക് വേറെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് ദുആ ചെയ്തോട്ടെ. മക്ബറയിൽ പോയാൽ മയ്യത്തിനോട് ദുആ ചെയ്യണമെന്നാ. എന്ത് വിശ്വാസം, എന്ത് പഴച്ച വിശ്വാസമാണ് ചങ്ങായിമാരെ നിങ്ങൾ ഈ കൊണ്ടുനടക്കുന്നത്? ഇതല്ലേ ഷിർക്ക്? ഇതല്ലേ അള്ളാൻ്റെ ഹബീബും ഈ 1,00,000 ചില്ലാൻ നബിമാരും വന്നിട്ട് ഈ പഠിപ്പിച്ചു തന്ന ഷിർക്ക്? എന്നിട്ട് ഈ ഷിർക്ക് ചെയ്യണ ഇവര് വലിയ മുത്തക്കീങ്ങൾ. തൗഹീദ് പറയണ നമ്മൾ വഹാബികളോ? അല്ല, വഹാബിയായിട്ടോ അല്ലെങ്കിൽ മുജാഹിദായിട്ടോ. മുജാഹിദ് എന്ന് പറഞ്ഞാൽ ജിഹാദ് ചെയ്യുന്നവരെന്നാണ്. അതെ, സ്വന്തം നഫ്സിനോടും അതുപോലെ തന്നെ നിങ്ങളെപ്പോലെയുള്ള ഈ പിഴച്ച വിശ്വാസക്കാരോടും ജിഹാദിൽ തന്നെയാണ്, അതിലും സംശയമൊന്നുമില്ല. അപ്പോൾ എന്താണ് ഇവരുടെ നിലവാരം എന്നുള്ളത് അഫ്സൽ സഖാഫിയുടെ വിലയിരുത്തൽ വളരെ കറക്റ്റായിരുന്നു. ഇനി എന്തൊക്കെയാണ് അഫ്സൽ സഖാഫി പറഞ്ഞതെന്ന് നോക്കാം നമുക്ക്. ഏതായാലും ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം എന്നൊക്കെ പറഞ്ഞാണ്. അള്ളാഹു ഈ ഉമ്മത്തിനെ സലാമത്താക്കട്ടെ എന്ന് പറയാം. അപ്പോൾ കിതാബിലുള്ളതും ഇമാമിയങ്ങൾ പറഞ്ഞെല്ലാം പോയി. എല്ലാ വിഷയത്തിലും ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ ആയിരിക്കും തോന്നും, പല വിഷയത്തിലും ഉണ്ട്. പിന്നെ അതോടൊപ്പം ഞാൻ മനസ്സിലാക്കിയൊരു സംഗതി എന്ന് ഇസ്തിഗാസ എന്ന് പറഞ്ഞാലേ ഇപ്പോൾ പോട് പഠിച്ചവനെ പോലെ ആക്കുകയാണ്. ഇസ്തിഗാസ ശരിക്ക് മഹാന്മാർ പലപ്പോഴും നമ്മളെ വിളി അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ഇസ്തിഗാസിനെ കുറിച്ചിട്ട് മൂപ്പര് മനസ്സിലാക്കിയത് മൂപ്പര് പച്ചക്ക് പറഞ്ഞുകൊള്ളു. എന്താണ് ഈ മഹാന്മാർ എന്ന് പറയുന്ന ആളുകൾ ഓല് ചിലപ്പോൾ നമ്മളെ വിളി അറിഞ്ഞോളണമെന്നേ ഇല്ല എന്നുള്ളതാണ്. അറിഞ്ഞുകൊള്ളണമെന്നേ ഇല്ല എന്നല്ല, അറിയുക തന്നെ ഇല്ല എന്നുള്ളതാണ്. അതാണ് യാഥാർത്ഥ്യം. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹ്ശറയിൽ ഹൗലുൽ കൗസർ കോരിക്കൊടുക്കുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകളെടുത്ത് സുഹക്കൻ സുഹക്ക എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിവിടുമെന്നുള്ളതാണ്. നിങ്ങൾ ദൂരെ പോ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഹൗലുൽ കൗസർ കൊടുക്കൂല എന്നുള്ളതാണ്. അത് റസൂലുള്ളാൻ്റെ ഖബറിൽ കടന്നിട്ട് ഇവർ ചെയ്ത ബിദ്അത്തുകൾ അതിനെക്കുറിച്ച് അറിവുള്ളത് കൊണ്ടല്ല. ആ ദിവസത്തിൽ ഒരു വിഭാഗം ആളുകൾക്കിടയിൽ അള്ളാഹു മറയിടുമെന്നാണ്. അങ്ങനെ മറയിടുന്ന സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ്, അള്ളാഹുവെ അവരെൻ്റെ ഉമ്മത്താണ് അള്ളാഹുവെ എന്ന് പറയുമ്പോൾ അള്ളാഹു അറിയിച്ചു കൊടുക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കും, അവർ നിങ്ങളുടെ കാലശേഷം മതത്തിലേക്ക് പുതിയതായിട്ട് പല ബിദ്അത്തുകളും കടത്തിക്കൂട്ടിയവരാണെന്ന്. അതറിയുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് ആ ബിദ്അത്തുകാരോട് സുഹക്കൻ സുഹക്ക എന്ന് പറഞ്ഞുകൊണ്ട് ദൂരെ പോ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി അകറ്റുന്നുണ്ട്. അപ്പോൾ അള്ളാൻ്റെ റസൂലിനൊന്നും അറിയില്ലായിരുന്നു. അവിടെ അള്ളാഹ് അറിയിച്ചു കൊടുക്കുമ്പോഴാണ് അറിയുന്നത്. അതുപോലെ തന്നെ മഹാന്മാരും മരിച്ചു പോയ അവരുടെ ഹയാത്ത് കാലത്ത് ചെയ്ത അവരുടെ നന്മയുടെ ഭാഗമായിക്കൊണ്ട് അവർ രക്ഷപ്പെട്ടേക്കാം. അല്ലാതെ അവരുടെ ഒരു സഹായം നമുക്ക് ലഭിക്കുമെന്ന് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. ആരെങ്കിലും ഏതെങ്കിലും പൊട്ടപ്പായത്തക്കാരൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് ഇസ്ലാമിൽ തെളിവുമല്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇനി എന്തൊക്കെയാണ് അഫ്സൽ സഖാഫി പറയുന്നത് നോക്കാം. അദ്ദേഹം ഈ പറയപ്പെട്ട കൗമിനിടയിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കിയ സത്യം വിളിച്ചു പറയുകയാണ്. നമുക്കും കേൾക്കാം ബാക്കി. ഓല് മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് മരണശേഷം സഹായിക്കാം, അങ്ങനെ സംഭവിച്ച സംഭവങ്ങളും ഉണ്ട്. അതിനെ നിഷേധിക്കല്ല. അതിനെ നിഷേധിക്കണില്ലെങ്കിൽ താങ്കൾ പറയണം അങ്ങനത്തെയും ഉണ്ട് എന്ന് പറയുമ്പോൾ ഏതാണ് ആ സംഭവങ്ങൾ. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു പോയി, ആ മരണപ്പെട്ടു പോയ അത് വലിയ മഹാനോ എന്തോ ആവട്ടെ, ആ മഹാനായ ആളോട് ഇവിടെ നിന്നിട്ടൊരാൾ ഒരു സഹായം തേടി അതിന് ഉത്തരം കിട്ടി എന്നാണല്ലോ ഇപ്പോൾ നിഷേധിക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത്. അത് സഖാഫി ആ തള്ള് അത് താങ്കളും തള്ളേണ്ടതില്ല. താങ്കൾക്ക് കുറേ സത്യങ്ങൾ മനസ്സിലായി. ഇനി ആ സത്യങ്ങൾ മുഴുവൻ വിളിച്ചു പറഞ്ഞതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് നമുക്ക് കൂടി ഒന്ന് ഓരം ചേർന്ന് നടന്നിട്ടില്ലെങ്കിൽ താങ്കളെയും വഹാബിയാക്കും അല്ലെങ്കിൽ മുജാഹിദാക്കും എന്ന് പേടിയും കൊണ്ടാണെങ്കിൽ എന്നാൽ താങ്കൾ പറഞ്ഞോ, എവിടെയാണ് അങ്ങനെയൊരു സഹായിക്കലുണ്ടായത്? ഇത് മരിച്ച മയ്യത്തിനോട്, കബറിലുള്ള മയ്യത്തിനോട് തേടിയിട്ട് ആ തേട്ടന്മാൾ കേട്ടു, എന്നിട്ട് ഈ തേടിയ ആളെ സഹായിച്ചു. ഏതാണ് സംഭവം ഒന്ന് പറഞ്ഞാൽ? അതേസമയത്ത് നമ്മൾ ഇസ്തിഹാസ ചെയ്യുന്നതെല്ലാം അവർ കേൾക്കുന്നും അതനുസരിച്ച് ഒരു ഉത്തരം ചെയ്യുന്നും അങ്ങനെയൊന്നും സുന്നത്തെ മഴത്തിന് വാദമില്ല. അതടക്കണം. എന്താ പറഞ്ഞത്? നമ്മൾ വിളിക്കുന്ന വിളിയൊക്കെ അവർ കേൾക്കുമെന്നും ഇത് വെറുതെ വിളിക്കല്ലേ ഇസ്തിഹാസ. ഇനി വെറുതെ വിളിച്ചാലും കേൾക്കൂല, ഇസ്തിഹാസയും കേൾക്കൂല, നിങ്ങൾ പ്രാർത്ഥിച്ചാലും കേൾക്കൂല. കാര്യം എന്താണ്? സമയദുആ അത് അള്ളാഹു മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ കിടന്നിട്ട് എന്തെന്നെ കൊട്ടിപ്പാടിയിട്ടും കാര്യമില്ല ജനങ്ങളെ. മരിച്ച് മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന ആളുകൾ നിങ്ങളുടെ പ്രാർത്ഥന അതിന് ഇസ്തിഹാസ എന്ന് പേരിട്ടിട്ടാണെങ്കിലും അത് കേൾക്കൂല. അങ്ങനെ ഒരു വാദം അത് അഹ്ലുസുന്നയുടെ വാദമല്ല എന്നാണ് ഇവിടെ അഫ്സൽ സഖാഫി പറഞ്ഞത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മൊയ്ലിയാക്കന്മാർക്ക് ഇതറിയാം, എന്താണെന്നറിയാം. ഓലിങ്ങളെ പറ്റിച്ചും കൊണ്ടിരിക്കുകയാണ്. പൊന്നാര പൊട്ടന്മാരെ, നിങ്ങളെന്തിനു വേണ്ടിയിട്ടാണ് ഇതിന് യാക്കവുമായിട്ട് നടക്കുന്നത്, ഇതിന് തക്ബീർ തൊഴിലാളികളായിട്ട് നടക്കുന്നത്? സ്വയം ചോദിക്കുക. ഇനി എന്തായാലും അഫ്സൽ സഖാഫി പറയട്ടെ. നമ്മൾ വിളിക്കുന്ന എല്ലാ വിളികളും മഹാന്മാർ കേട്ടിരിക്കും, അവരുത്തരം ചെയ്യും, അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാം വിളിക്കുകയും ചെയ്യുന്നത്. അതേസമയത്ത് നമ്മൾ മഹാന്മാരെ വിളിക്കുമ്പോൾ അള്ളാഹ് എന്തായാലും കേൾക്കും. അപ്പോൾ അള്ളാഹ് എൻ്റെ ഇഷ്ടപ്പെട്ട ആളെയാണല്ലോ വിളിക്കുന്നത് എന്ന നിലക്ക് അള്ളാഹ് നമ്മളെ സഹായിക്കും. അത് മഹാന്മാരെ ചിലപ്പോൾ അറിയുന്നില്ല. അതാണിപ്പോൾ മൂപ്പര് കണ്ടെത്തിയത്. എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഒരു മഹാൻ എന്ന പേരിൽ ഏതെങ്കിലും ഒരു ചിറ്റടിമേത്തൽ അബൂബക്കറിനെ അല്ലെങ്കിൽ ഏതെങ്കിലും കോയക്കാക്കാനെ ഇവിടെ നിന്നിട്ട് വിളിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓലെന്തായാലും അത് കേൾക്കൂല. പിന്നെ അത് കേൾക്കുന്ന ആരാണ്? അള്ളാഹ് കേൾക്കും. അള്ളാഹ് കേൾക്കുമ്പോൾ എൻ്റെ ഒരു മഹാനെ വിളിച്ചിട്ടല്ലേ ഓല് ദുആ ചെയ്യണമെന്ന് കരുതിയിട്ട് വേഗം അതിന് ഉത്തരം തരുന്നതാണ് ഇപ്പോൾ ഈ ചെങ്ങായും കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളുടെ ഗവേഷണം വല്ലാത്ത ഗവേഷണമായിപ്പോയി. എൻ്റെ പൊന്നാര അബീബേ, എന്തായാലും അള്ളാഹു കേൾക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അള്ളാഹിനോട് മാത്രം ചോദിച്ചാൽ പോരെ? അള്ളാഹിനോട് ചോദിച്ചാൽ കിട്ടൂല. ഈ മഹാമാരി എന്ന് പറഞ്ഞ് നടക്കുന്ന മാനസിക രോഗികളെയും കൂടിയും പിടിച്ചാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നുള്ളത് ഇതാരെ പഠിപ്പിച്ച്? ഇങ്ങനെ അള്ളാഹ് കേൾക്കും എന്നുള്ളതും ഇങ്ങനെ അള്ളാഹ് വേഗം ഉത്തരം ചെയ്യും എന്നുള്ളതും ആരാണ് പഠിപ്പിച്ചു തന്നത്? തവസ്സുലാണ് അതിന് നിങ്ങൾക്ക് അതിനുള്ള ഉദാഹരണമെങ്കിൽ, തെളിവാക്കുന്നതെങ്കിൽ തവസ്സുൽ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു.
ഹലാലായ സുന്നത്തായ നമുക്ക് ഉത്തരം ലഭിക്കുമെന്ന് പറയപ്പെടുന്ന ആ തവസ്സുൽ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കണം. ഏതെങ്കിലും മരിച്ചു പോയ മയ്യത്തിനെ വിളിച്ചു തരുന്നത് ഷിർക്കാണ്. അത് നിങ്ങൾ തവസ്സുലാന്നും പറഞ്ഞിട്ട് കൊണ്ടു നടന്നിട്ട് ഈ സാധുക്കൾ ഇത് വിളിച്ചും കൊണ്ട് നടക്കണം. നിങ്ങളിപ്പോൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? അത് കേൾക്കൊന്നുമില്ല, നമ്മളങ്ങനെ ചെയ്യേണ്ടതില്ല എന്നാണ് നിങ്ങൾ കണ്ടെത്തുന്നത്. എന്നിട്ട് ഇതിൻ്റെയൊക്കെ കുറ്റായിരിക്കാണ് മുജാഹിദീങ്ങൾക്കും. കേട്ടോ കാണി. പക്ഷെ നമ്മളിപ്പോൾ നമ്മളെ ഈ ഓവർ പറച്ചലുണ്ട്. ഇപ്പോൾ മുജാഹിദ് നമ്മളോട് ചോദിക്കുന്ന തന്നെയാണ്, എല്ലാ വിളിയും അല്ല കേൾക്കും പോലെ മഹാന്മാരും കേൾക്കുമോ? അതൊന്നും കേൾക്കുമെന്നില്ല. ഇപ്പോൾ കണ്ടില്ലേ എന്താ പറഞ്ഞത്? എല്ലാ വിളിയും കേൾക്കുമോ എന്ന് മുജാഹിദ് ചോദിക്കും എന്നാണ് പറയുന്നത്. എല്ലാ വിളിയും കേൾക്കുമോ കേൾക്കില്ലേ? നിങ്ങളിപ്പോൾ വിളിക്കുന്നത് കേൾക്കാനൊന്നുമല്ലോ, ഉത്തരം കിട്ടാനല്ലേ. അപ്പോൾ ആ ഉത്തരം കിട്ടാനുള്ള വിളി നിങ്ങൾ വിളിക്കുമ്പോൾ അത് പ്രാർത്ഥനയായി, അവരെ നിങ്ങൾ ഇലാഹാക്കുകയായി, നിങ്ങൾ ഷിർക്കാണ് ചെയ്യുന്നത്. അതിൽ സംശയമൊന്നുമില്ല. നിങ്ങൾ വിളിച്ചാലും കേൾക്കൂല, പ്രാർത്ഥിച്ചാലും കേൾക്കൂല, തുള്ളിച്ചാടിയാലും കേൾക്കൂല. അപ്പോൾ പറയും കറങ്ങിയാൽ കേൾക്കൂലേന്ന്. അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കറങ്ങിയാൽ കേൾക്കുമോ കേൾക്കൂലേ? അതൊന്നുമല്ല ഇവിടുത്തെ ചർച്ച. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു കേൾക്കുമോ? കേൾക്കുമെന്ന് കരുതിയാൽ തന്നെ ഒരു ഉത്തരം ചെയ്യുമോ? പരിശുദ്ധ ഖുർആൻ പറയുന്നു ഇല്ല എന്നാണ്. അത് സൂറ ഫാത്തിർ 14 ആയത്തിലൂടെ വളരെ വ്യക്തമായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. നിങ്ങൾ വിളിച്ച് തേടിയാൽ ഒരു കേൾക്കൂല, വലവ് സമയവും ഇനി അവർ കേൾക്കുമെന്ന് കരുതിയാൽ തന്നെ മസ്തജാബുലക്കും അവർ ഉത്തരവും ചെയ്യില്ല. പിന്നെ എന്തിനാ പൊട്ടന്മാരെ നിങ്ങൾ ഇങ്ങനെ മയ്യത്തിനെ വിളിക്കുന്നത് അല്ലേ? വിളിച്ചാൽ കേൾക്കുമോ കേൾക്കൂല എന്നല്ല, കേട്ടാൽ തന്നെ ഒരു ഉത്തരം ചെയ്യൂല. ഇനി അതെന്താണെന്നല്ല പറയണത്? അത് ഷിർക്കാന്നാണ് പറയണത്. പിന്നെ എന്തിനാ നിങ്ങൾ ആ ഷിർക്ക് ചെയ്യാൻ നിൽക്കുന്നത്? ഇത്രയുള്ള കാര്യം. എല്ലാ വിളിയും കേൾക്കുമെന്നില്ലോല് കേൾക്കും നമ്മളിട്ട് വിചാരിക്കുന്നുമില്ല. ഇതെല്ലാം പറഞ്ഞാൽ ചിലപ്പം ഞാൻ മുജാഹിദായി പോകുന്ന എനിക്കൊരു പേടിയുണ്ട്. എന്നാൽ പറയാം എന്തായാലും. എല്ലാ വിളിയും മഹാന്മാർ അല്ല കേൾക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും കേൾക്കേ. അതുപോലെ വിളിക്കുമ്പോൾ ഒക്കെ പോലെ മൊയ്ജിയത്തോണ്ട് കത്തക്കഴു ബിഖ്തിയാരിക്കുന്ന ഇമാമിങ്ങളെ പ്രയോഗം തന്നെ. കത്തക്കഴു ചിലപ്പോൾ അവരുടെ മൊയ്ജിയത്ത് കറാമത്ത് തന്നെ അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം ഇഖ്തിയാർ തന്നെ അതിൽ ഇല്ല എന്ന് പറഞ്ഞ പോലെ ഉണ്ട്, ഏതായാലും ഉണ്ട് എന്നുള്ളതാണ് മുഅ്തമദ്. ഇഖ്തിയാർ ഉണ്ട്, മൊയ്ജിയത്ത് കറാമത്തിൽ ഇഖ്തിയാർ ഉണ്ട്. അതിനെക്കുറിച്ച് നബി ഇമാമും ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞ ഖത്തഖഉ ചിലപ്പോൾ ഇഖ്തിയാർ കൊണ്ടും സംഭവിക്കും. അപ്പൊ അവരുടെ ഉദ്ദേശം അനുസരിച്ചും ചിലപ്പോൾ ഉണ്ടാവും കറാമത്ത്. ഉണ്ടാവും എന്നുള്ളത് നമ്മൾ നിഷേധിക്കേണ്ട, ഉണ്ടാവും. പക്ഷെ നമ്മളെ ഇസ്തിഹാസം എല്ലാം അവർ കേൾക്കുന്നു, അവർ സഹായിക്കുന്നു എന്ന വിചാരം എല്ലാം അബദ്ധമാണ്. സംഗതി ഇമാമിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതേസമയത്ത് അള്ളാഹു കേൾക്കും, അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളെയാണ് അവൻ വിളിക്കുന്നത്, എൻ്റെ ഇഷ്ടപ്പെട്ട ആളെയാണ് അവൻ വിളിക്കുന്നത് എന്നുള്ള നിലക്ക് അള്ളാഹ് സഹായിക്കും എന്ന നിലക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതുപോലെ അത് അവരോടുള്ള ഒരു തഅലീമിൻ്റെ ഭാഗവും കൂടിയാണ് നമ്മൾ അവരെ വിളിക്കുക എന്നുള്ളത്. ഒരു തഅലീമാണത്. ആ മഹാന്മാരെ ആദരിച്ചു എന്നുള്ള നിലക്ക് അള്ളാഹു തആല തരികയാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരോട് നമ്മൾ സാധാരണ ചോദിക്കുക. അപ്പം അതുകൊണ്ടാണ് ഇബ്നു തൈമിയ ഇസ്തിഹാസനെ എതിർത്തപ്പോൾ ഇസ്ലാമിൽ തന്നെ പുറത്തു വന്ന കോലത്തിലായിപ്പോയി എന്നൊക്കെ പറയാൻ കാരണം ആ മഹാന്മാരെ ആദരിക്കുന്നതിനെതിരായതുകൊണ്ടാണ്. അപ്പോൾ ഒരു ആദരവ് ആണത്. ഇതിങ്ങനെ അതിൽ നിന്നൊക്കെ മൊത്തത്തിൽ എന്ത് ചെയ്തു, ഈ ഇസ്തിഹാസയുടെ ആൾക്കാർ ഓവറാക്കിയിട്ട് പിടുത്തം വിട്ടു എന്ന് തോന്നിയോണ്ട് ഓം കൂടി കൂട്ടിച്ചേർത്താണ് എതിരഭിപ്രായണ്ടേ പറയാം. എല്ലാ വിളിയും ആര് എവിടെ നിന്ന് എങ്ങനെ വിളിച്ചാലും മഹാന്മാർ അല്ല കേൾക്കും പോലെ കേൾക്കും എന്നൊക്കെ ആയിരിക്കും അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മളെ കുറച്ച് മുമ്പുള്ള ഇമാമിങ്ങൾ തന്നെ പറഞ്ഞേ ബദരീങ്ങളെ ബർക്കത്തിനാൽ തുണ അല്ലേ, മൊയ്തീശയുടെ ബർക്കത്തിനാൽ കാക്കണേ, അങ്ങനെയല്ല ഓല് പഠിപ്പിച്ചേ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്, പക്ഷേ അത് പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും ആ കാര്യത്തെക്കുറിച്ച് ഇദ്ദേഹത്തിനും അറിയില്ല. കാര്യം അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടദാസന്മാരെ അല്ലേ വിളിക്കണമെന്ന് കരുതിയിട്ട് അല്ല കേൾക്കുന്നൊക്കെ ഇയാൾ പറഞ്ഞത്. അല്ലെങ്കിലും അല്ല കേൾക്കും ചങ്ങായിയെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സമീഉ ദുആയാണ്. ആര് ദുആ ചെയ്താലും കേൾക്കും. അതിന് ആദ്യം നമുക്ക് കുറച്ച് ക്വാളിറ്റിയും യോഗ്യതയൊക്കെ വേണം. അത് മറ്റൊരു കാര്യം. ഇനി അത് പോട്ടെ. ഇവിടെ ചില വിളിയൊക്കെ കേൾക്കും എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വിവരക്കേട്. എന്നാൽ അവസാനത്തിൽ അദ്ദേഹം കൊടുന്നു വെക്കുന്നത് എന്താണ്? മുഹീദ്ദീൻ ഷേഖിൻ്റെ ബർക്കത്ത് കൊണ്ട്, ബദ്രീങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, അതുപോലെ തന്നെ നബിതങ്ങളുടെ ബർക്കത്ത് കൊണ്ട് എന്നുള്ള ആ ഒരു ഇതിനിടക്ക്, അതായത് ഒരു കുറച്ച് കാലം മുമ്പ്, ഒരു 10-30 കൊല്ലം മുമ്പേ വരെ പറഞ്ഞു വെച്ചിരുന്ന, പ്രത്യേകിച്ച് AK വിഭാഗം, AP വിഭാഗം പണ്ടേ തുടക്കം മുതലേ ഈ വൃത്തികെട്ട വിശ്വാസമാണുള്ളത്. ഹക്ക് ജാഹ് ബർക്കത്ത് എന്നുള്ള ആ ഒരു സംഭവമാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കേൾക്കൊന്നുമില്ല. ഇവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ല കേട്ടിട്ട് അല്ല ഉത്തരം ചെയ്യും. ഇവർ ഹക്ക് ജാഹ് ബർക്കത്ത് ഇല്ലെങ്കിലും അള്ളഹാനോട്
ദുആ ചെയ്താൽ അള്ളാഹ് ഉത്തരം ചെയ്യും, അതിൽ സംശയമൊന്നുമില്ല. അപ്പം മൂല്യരെ നിങ്ങൾ കുറച്ചും കൂടി ഇതൊക്കെ ഒന്ന് പഠിക്കണം എന്നുണ്ട്. മറ്റോലെ നിങ്ങൾ പഠിപ്പിക്കാൻ നിന്നാൽ ഓല് നിങ്ങളെ വഹാബിയാക്കുക. മറ്റൊരു കാര്യം, എന്തായാലും ഓല് വഹാബി ആക്കിയാലും ആക്കിയിട്ടില്ലെങ്കിലും ഓല് മാറിയാലും മാറിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഒന്നുകൂടി ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠനം നടത്തേണ്ടതുണ്ട്. കുറച്ചും കൂടി അദ്ദേഹം പറയുന്നുണ്ട്, അതും കൂടി കേൾക്കാം നമുക്ക്. ഇസ്തിഹാസ തന്നെ തവസ്സുലാണ് ശരിക്ക് ഇമാമിങ്ങൾ പഠിപ്പിച്ചതിലുള്ളത് തന്നെ. ഇസ്തിഹാസ എന്നുള്ളത് തന്നെ വളരെ കുറവാണ്. തവസ്സുലാണ് ശരിക്കും എല്ലാത്തിലും ഉള്ളതും. എല്ലാവരും മുൻഗാമികളൊക്കെ പഠിപ്പിച്ചോ. പിന്നെ ഇസ്തിഹാസ ശിർക്കാണെന്നൊന്നും പറഞ്ഞുകൂടാ. ഇതിപ്പോൾ പഠിച്ചവനോട് ആർക്കും ഒന്നും ബാക്കിയില്ല, എല്ലാം ആയിക്കി. ഏതായാലും ഞാൻ കണ്ടപ്പോൾ എൻ്റെ ഒരു ഉത്തരവാദിത്തം എന്നുള്ള ആൾക്ക് പറഞ്ഞതാ. ഇനി ഓരോരുത്തർക്ക് സൗകര്യം പോലെ ചെയ്യാലോ. നമ്മളെ ഉലമാ ഗ്രൂപ്പാന്നല്ലോ. അതന്നെ എന്ത് ചെയ്താലും ന്യായീകരിക്കും ഇവിടെ ആളുള്ളതുകൊണ്ട് ആർക്കും ഒരു പേടിയില്ല, എന്തും ചെയ്യാം. ദീനി കിതാബിലുള്ളത് മുൻഗാമികളായി ഇമാമിങ്ങൾ പഠിപ്പിച്ചെല്ലാം പോയിക്ക്. ഇങ്ങനെ ഏതെങ്കിലും ഇമാമിങ്ങൾ പഠിപ്പിച്ചിക്കോ? ഇത്രക്കാരോ ഇസ്തിഹാസ പഠിപ്പിച്ചിക്കോ? ഒരു മാന്യമായ ഇസ്തിഹാസ എന്ന വസ്തുലല്ലോ. ഇത് അള്ളാഹിനോട് ചോദിക്കും പോലെ എല്ലാ സംഗതി ഒന്നായിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ മുൻഗാമികളായി ഇമാമിങ്ങൾ അയിമ്മത്ത് പഠിപ്പിച്ചിക്കോ? അതിൽ നിന്നെല്ലാം പിടുത്തം വിട്ടക്ക് എന്ത് ചെയ്താലും ന്യായീകരിക്കുവാൻ ആളുമുണ്ട്. നല്ല സുഖമായി ഇപ്പോൾ ചെയ്യുന്നവർക്ക് നല്ല സുഖമായി. അങ്ങനെ ചോദിക്കും, ഏതെങ്കിലും ഇമാമിങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചിക്കോന്ന് ചോദിച്ചിരിക്കണേ? പഠിപ്പിച്ചിക്കില്ല തന്നെയാണ് പറയാനുള്ളത് ഉസ്താദെ. മുസ്ലിയാരെ അങ്ങനെ ഒന്ന് ഒരു ഇമാമും പഠിപ്പിച്ചിട്ടില്ല. അള്ളാൻ്റെ റസൂലും പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബാക്കളാരും അത് പഠിച്ചിട്ടുമില്ല, പഠിപ്പിച്ചിട്ടുമില്ല. താബീങ്ങളോ താബീങ്ങളോ അയിമ്മത്തിൻ്റെ ഉലമാക്കൾ ആരും തന്നെ പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇനി വേറൊന്ന്, ഈ ഇസ്തിഹാസ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് മൂപ്പരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തവസ്സുലാണ് ഉള്ളത് എന്നുള്ളത്. തവസ്സുൽ ഉള്ളത് തന്നെയാണ്. തവസ്സുല് എന്ന് പറഞ്ഞാൽ ഒരു മയ്യത്തിനോട്, ഒരു വേരിനോട്, ഒരു പുല്ലിനോട്, ഒരു കാഞ്ഞിരക്കുറ്റിനോട്, ഒരു കക്കുംകായിനോട് ഒന്നും തേടലല്ല, വിളിച്ച് പ്രാർത്ഥിക്കലല്ല. ഓരോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് അത് കേൾക്കും, അള്ളാഹ് ഉത്തരം ചെയ്യും. അത് അങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാമിക ലോകത്തില്ല, ഇസ്ലാമിലില്ല. പിന്നെ തവസ്സുൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവസ്സുൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെയ്ത നന്മ അത് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തേടാം, അത് തവസ്സുലാണ്. ഇനി അള്ളാഹുവിൻ്റെ ഷറഫാക്കപ്പെട്ട നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആ രൂപത്തിലും അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലാണ്ടെയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. എങ്ങനെയും അള്ളാഹിനോട് പ്രാർത്ഥിക്കാം, എങ്ങനെ അള്ളാഹിനെ വിളിച്ചു തേടാം. എന്നാൽ മരിച്ച മയ്യത്തുകളെ വിളിച്ചു തേടാൻ അതിനിടക്ക് അദ്ദേഹം പറഞ്ഞു, മരിച്ച മയ്യത്തിനോട് വിളിച്ചു തേടുന്നത് ഓല കറാമത്ത് മോചിതത്ത് കൊണ്ട് നമ്മളെ സഹായിക്കാനാണെന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല മോചിതത്തും കറാമത്തും കൊടുത്തിട്ടുള്ളത് ഈ പറയപ്പെട്ട ഔലിയാക്കളോ അമ്പിയാക്കളോ ഒക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ കറാമത്തും മോചിതത്തും കൊണ്ട് നമ്മളെങ്ങനെ സഹായിക്കാനാണെന്നാ എവിടേത് പറഞ്ഞിരിക്കണേ? അള്ളാഹുവിൻ്റെ ഹബീബ് അത് പഠിപ്പിച്ചിട്ടുണ്ടോ? പൊന്നു സഹോദരന്മാരെ, മുസ്ലിയാക്കന്മാർക്കിടയിൽ അവരുടെ ഒരു ഉലമാ ഗ്രൂപ്പിൽ അവരിൽപ്പെട്ട ഒരാൾ പറഞ്ഞ കാര്യമാണിത്, മനസ്സിലാക്കുക. അവർക്കിതിൽ വിശ്വാസമല്ല. പിന്നെ അവരുടെ ജാറ വ്യവസായം, അവരുടെ കൈമടക്ക് ലഭിക്കൽ, അതൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുവാൻ വേണ്ടിയിട്ട് ഈ ഉമ്മത്തിനെ പിഴവിൽ നിന്നും പിഴവിലേക്ക്, പിഴച്ച വിശ്വാസത്തിലേക്ക് തള്ളിവിടുന്ന, അഗാധഗർത്തത്തിലേക്ക് തള്ളിവിടുന്ന, നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് തള്ളിവിടുന്ന വിശ്വാസ പ്രമേയവുമായിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ഇവർ നമുക്കിടയിലേക്ക് വാചാലരായി വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഇങ്ങനൊരു സംഭവമില്ല. മയ്യത്തിനോട് എന്നല്ല, ഒന്നിനോടും തേടല്ല. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം. അല്ലാത്ത എന്തിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചോ അത് ഷിർക്കാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഷിർക്ക്, മുസ്ലിം ഉമ്മത്തിൽ ഷിർക്ക് വരൂല എന്നൊക്കെയാണ് ഇവിടെ സാധാരണ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയല്ല, മുസ്ലിങ്ങളിലേക്ക് ഷിർക്ക് വരൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ പച്ച ഷിർക്ക് ആളുകളെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, വിശ്വസിപ്പിക്കുന്നത്. മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ച ആളുകൾ അല്ലാത്തവരെ വിളിച്ചു തേടുമ്പോൾ അത് ഷിർക്കാണ്, അത് ഇസ്തിഗാസയല്ല, അത് അനുവദനീയമല്ല, അത് പിഴച്ച വിശ്വാസമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ മുസ്ലിയാർ കൂട്ടം അവരിൽ നിന്ന് തന്നെ ഈ പിഴച്ച വിശ്വാസം ഇതുപോലെ തുറന്നു പറയുന്ന വോയിസുകൾ അള്ളാഹുവാണ് പുറത്തേക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത് നമുക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞതും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഇതുപോലെയുള്ള ആളുകളെ കൊണ്ട് ഇതുപോലെയുള്ള തുറന്നു പറയലുകൾ നടത്തട്ടെ എന്നാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരോടും ദുആ വസിയത്തോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.